അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോഴേ അറിയൂ എന്ന് കേട്ടിട്ടില്ലേ? മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. അങ്ങയുടെ കെ സുധാകരൻ MLA ആണല്ലോ, ജി സുധാകരൻ. അങ്ങയുടെ കുഞ്ഞികൃഷ്ണൻ MLA ആണല്ലോ. അങ്ങയുടെ ഗോവിന്ദൻ, സഖാവ് ഗോവിന്ദൻ മാഷ്, അദ്ദേഹം MLA ആണല്ലോ. എന്തുകൊണ്ടാണ് ഈ 3 പേര് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരായിരുന്ന ഇവർ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ എതിർത്ത് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ധിക്കാരപരമായിട്ടുള്ള ഭരണത്തെ എതിർത്ത് പറഞ്ഞുകൊണ്ട് ഇന്ന് കേരളത്തിൽ MLA-മാരായി സ്വതന്ത്രരായിട്ട് ജയിച്ചു വന്നത്? അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ ഈ സംഘപരിവാരത്തിനെ കുറ്റം പറഞ്ഞ് ഓടി വെറുതെ സമയം കളയണ്ട. KT കുഞ്ഞിക്കണ്ണൻ കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചപ്പോൾ പ്രതിപക്ഷത്തിരുന്ന്, അത് VD സതീശനായാലും ശരി, രമേശ് ചെന്നിത്തലായാലും ശരി, ഞാൻ പറഞ്ഞ പ്രതിപക്ഷത്തിരുന്ന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തീരുമാനങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ച് നിലപാടുകൾ എടുത്തു പോകുന്നു എന്ന നിലയിൽ തന്നെ പിണറായി ശൈലി അത് ശരിയല്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. നേതൃ പദവിയിൽ നിൽക്കുന്ന ആളുകൾ അവർ ഒറ്റയ്ക്ക് സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോവുക, അവർ അവരുടെ തന്നെ പാർട്ടിയിലെ നയങ്ങളെയും നിലപാടുകൾക്കും ഒക്കെ മുകളിൽ അവരുടെ ശബ്ദം ഉയർന്നു നിൽക്കുക എന്നത്. കാരണം പ്രതിപക്ഷവും ഇതേ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. പാർട്ടിക്കകത്ത് രണ്ടഭിപ്രായം, ഭിന്നാഭിപ്രായം എന്ന വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ഇത് ഈ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷതയാണോ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ? കേരളീയ സമൂഹത്തിനകത്ത് സംഘപരിവാറിനെ ഭരണ സംവിധാനങ്ങളുടെ എല്ലാ തലങ്ങളിലും അധികാരമില്ലെങ്കിലും നുഴഞ്ഞു കയറി അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള വളരെ വിപുലമായ ആസൂത്രിതമായ ഒരു പദ്ധതിയാണ് മിസ്റ്റർ VD സതീശൻ അധികാരത്തിൽ വന്നതു മുതൽ സംഘപരിവാർ ഇവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. RSSകാരനെ, ഒരു ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരാളെ കേരളം പോലെ ഒരു സമൂഹത്തിൽ വളരെ മതനിരപേക്ഷത പറഞ്ഞ് CPM-ന് RSSുമായിട്ട് ബാന്ധവമുണ്ടെന്ന് നെറേഷൻ ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അധികാരത്തിൽ പോയി ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു സീനിയർ ലീഡറായിട്ട് ശരത്ത് വരിക? നയമാണ് പ്രശ്നം. സംഘപരിവാറുകാരനായ ഒരാളെ, സംഘപരിവാറിൻ്റെ പശ്ചാത്തലമുള്ള ഒരാളെ ഇവിടുത്തെ സീനിയർ ലീഡറായിട്ട് ഹൈക്കോടതിയിൽ നിയമിക്കാൻ പറ്റുമോ എന്ന ചോദ്യമാണ് KSU ഉന്നയിച്ചത്. അത് വളരെ ന്യായമായ, വളരെ നീതിപൂർവമായ, സംഘപരിവാറിനെതിരായിട്ടുള്ള ഒരു പൊതുരാഷ്ട്രീയത്തിൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എല്ലാവരും ഇനിയെങ്കിലും എന്നെ അഭിനന്ദിക്കുക. സംഘപരിവാറിന് അവരുടെ അജണ്ട നടപ്പാക്കാൻ അവസരം, തന്റെ ഭരണം അവസരമാക്കി കൊടുക്കുന്ന സതീശന്റെ ഇത്തരം നിലപാടുകളോട് ശക്തമായി പ്രതികരിക്കാൻ KSU തയ്യാറുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. എനിക്കറിയാൻ പാടില്ല, ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ഇവിടെ ഉല്ലാസ് ബാബു ശോഭിക്കുകയൊന്നും ചെയ്യേണ്ട, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ രാജ്യത്ത് BJPക്കൊപ്പം വളർന്നു വന്ന് സാർവദേശീയ തലത്തിൽ തന്നെ വലിയൊരു കുത്തകയായി ഫോർബ്സ് മാഗസിനൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ആദ്യത്തെ മുൻനിര 10 ആളുകളിൽ ഒരാളാണ് അദാനി. അദാനി പ്രവർത്തിക്കുന്നത് BJPയുടെ ഒരു സാമ്പത്തിക സ്രോതസ്സിനെ പോലെ, അല്ലെങ്കിൽ BJPക്കൊപ്പം ഇന്ത്യയുടെ സമ്പത്തും വിഭവങ്ങളും ഒക്കെ കൊള്ളയടിച്ചെടുക്കുന്ന ഒരു വലിയ കുത്തകയാണ്, ഒരു കോർപ്പറേറ്റാണ് അദാനി. അപ്പോൾ അദാനിയുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് VD സതീശൻ എടുത്ത നിലപാടുകളെ സംബന്ധിച്ച് ശക്തമായ വിമർശനങ്ങൾ കേരളീയ പൊതുസമൂഹത്തിലുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം മംഗലാപുരത്ത് യാത്ര നടത്തിയത്? VD സതീശനെ BJP പ്രതിദാനം ചെയ്യുന്ന താല്പര്യങ്ങളുടെ ഒരു നിർവാഹനാണ് എന്ന ഒരു പ്രശ്നം കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുക. ഓ, അങ്ങനെയാണല്ലേ? അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഉല്ലാസ് ബാബു, ഇതിൽ ഗൗരവമുള്ള ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ മുദ്രാവാക്യം എന്നത് ഒരു ഡീൽ ആരോപണമായിരുന്നു. അത് BJPയും സംഘപരിവാറും CPIM-ഉം തമ്മിൽ നടത്തിയിട്ടുള്ള ഡീലിനെ കുറിച്ചായിരുന്നു. ഇന്ന് ആ ആരോപണം ഉന്നയിച്ചവർ തന്നെ ആ ഡീൽ കോൺഗ്രസുമായിട്ടാണ് ഉള്ളതെന്നും ആ ഡീൽ നടപ്പാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ KSU പോലൊരു വിദ്യാർത്ഥി സംഘടനയെ പോലും ഈ നിലയിൽ VD സതീശൻ മാറ്റി നിർത്തുന്നത് എന്നുമുള്ള വിമർശനങ്ങൾ നേടുകയാണ്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ RSS പ്രവർത്തകനായിരുന്ന DS ശരത്തിനെ സീനിയർ ഗവൺമെന്റ് ലീഡറായി നിയമിക്കാനുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ 2 തരത്തിൽ BJP ഇതിന് മറുപടി പറയേണ്ട ബാധ്യസ്ഥരാകുന്നു. ഒന്ന്, ഇത് കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണോ ഈ അസ്വസ്ഥതകൾ? അതല്ല, ഇത് ഒരു സംഘപരിവാറിന്റെ ഏജന്റ് പോലെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു എന്ന ഗുരുതരമായ രാഷ്ട്രീയ ആരോപണത്തിന്റെ പേരിലാണോ ഇത് വിമർശിക്കപ്പെടുന്നത്? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം?
അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടു. ഇതിനകത്ത് ഗോപികൃഷ്ണ അങ്ങ് ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. ഞങ്ങൾ സർക്കാരുമായിട്ട് കൃത്യമായിട്ടുള്ള ഡീലുണ്ട്. അത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സർക്കാരിനോട് ഇപ്പൊ അന്നും ഇന്നും എന്നും അത് ഇടതുപക്ഷ സർക്കാരിനോടായാലും വലതുപക്ഷ സർക്കാരിനോടായാലും ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ യഥാവിധി കേരളത്തിൽ നടപ്പിലാക്കി കേരള സമൂഹത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കി കൊടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടരുത്. ഇവിടെ നടക്കുന്നത് എന്താണ്? ഇവിടെ ജനങ്ങളല്ലേ തോറ്റുപോകുന്ന ഗോപികൃഷ്ണ. കാരണം ഇവർ UDF ജനങ്ങൾ വോട്ട് ചെയ്തു. അത് 10 വർഷക്കാലത്തെ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണേട്ടന്റെ പാർട്ടി ഭരിച്ച് വെറുപ്പിച്ച് നശിപ്പിച്ചപ്പോ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു. അവർക്ക് നല്ല മാർജിൻ കൊടുത്തു. അവർ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ജനങ്ങൾ കണ്ട ഒരു ശൈലി ഉണ്ടായിരുന്നു. അതിനൊക്കെ വിഘാതമായിക്കൊണ്ട് ഇവർ ഈ തമ്മിൽ തല്ലി തുടങ്ങുന്നു. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? പറഞ്ഞ കാര്യങ്ങൾ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയോ ഇല്ല എന്നുള്ളതല്ല. അത് ഒരു ചെറിയ ഇവന്റ് പോലും, ഒരു ചെറിയ വാക്യങ്ങൾ പോലും VD സതീശന് എതിരായി പറയുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്കെതിരായി വരുമ്പോൾ അവിടെ മുഖ്യമന്ത്രി കസാര മോഹിച്ചിരിക്കുന്ന 3 പേർ പ്രത്യക്ഷത്തിലും 6 പേർ പരോക്ഷവുമായിട്ട് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. സ്വാഭാവികമായിട്ട് ഈ തമ്മിത്തൽ അവസാനിപ്പിച്ച് ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഇവർ എപ്പോ പരാജയപ്പെടുന്നു എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? നമുക്ക് കേരളത്തിനകത്ത് കറണ്ട്, വൈദ്യുതി വിഷയം ഗോപികൃഷ്ണന് കൃത്യമായിട്ട് അറിയാം. ആ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട സമയമാണിത്. അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, അത് ചർച്ച ചെയ്യേണ്ട സമയമാണിത്. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ. അതിന്റെ ഇടയിൽ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ, അവരെ കണ്ടപ്പോ ചിരിച്ചില്ല, ഇവരെ കണ്ടപ്പോ ചിരിച്ചില്ല, അവർ പറഞ്ഞ സമയത്ത് ഈ മറുപടിയാണോ പറഞ്ഞത്? ശരിയാണ്. വിദ്യാർത്ഥി സംഘടനകളായിക്കോട്ടെ, യുവജന സംഘടനകളായിക്കോട്ടെ, അവരോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനം അത് അവരുടെ ഇന്റേണൽ മാറ്ററാണ്. അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെയും അവിടെയാണ് ഉല്ലാസ് ബാബു ശ്രീ KT കുഞ്ഞിക്കണ്ണൻ തുടക്കത്തിൽ തിരുത്താൻ ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇതങ്ങനെ ഒരു ആഭ്യന്തര വിഷയമായി ചുരുക്കി കാണരുത്, പകരം പ്ലീഡർ നിയമനത്തിലെ അതൃപ്തി KSU പോലൊരു വിദ്യാർത്ഥി സംഘടന പറയുകയും അലൂഷ്യസ് സേവ്യർ പറഞ്ഞത് നെറുകേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമെങ്കിൽ ഞങ്ങൾ ഒരു കൂട്ടം ധിക്കാരികൾ എന്ന് പറഞ്ഞ് ആ വിഷയത്തെ പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അത് കേവലമായ KSUവിന്റെ അതൃപ്തി എന്നതിനപ്പുറത്ത് ഒരു സംഘപരിവാറുകാരനെ DS ശരത്ത് സീനിയർ ഗവൺമെന്റ് പ്ലീഡറാക്കി നിയമിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യം എന്താണ് എന്നത് ചർച്ച ചെയ്യണമെന്ന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഈ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞത് താങ്കൾക്ക് മറുപടി പറയാനുള്ള ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. KT കുഞ്ഞിക്കണ്ണേട്ടൻ ഈ വിഷയത്തിൽ ഉന്നയിച്ച കാര്യം എന്ന് പറയപ്പെടുന്ന കുറുക്കന്റെ കണ്ണുകളുമായിട്ടാണ് ഇടതുപക്ഷം നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് എന്തു വന്നാലും സംഘപരിവാർ എന്ന് പറയുകയല്ലാതെ അവർക്ക് വേറൊരു അജണ്ട ഇല്ലല്ലോ. അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവരുടെ സ്പേസ് നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൃത്യമാണ്. അവർക്ക് സ്പേസ് ഇല്ലാത്ത ഒരു രാഷ്ട്രീയ ശൈലിയാണ് കേരളത്തിൽ നടന്നു പോകുന്നത്. കേരള ജനം അവർ എതിർത്തതല്ലേ. അവർക്ക് സീറ്റുണ്ട്, കുറച്ച് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അവരുടെ മേഖലയിൽ സീറ്റുണ്ടെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ KT കുഞ്ഞിക്കണ്ണേട്ട, അങ്ങയുടെ സുധാകരൻ MLA ആണല്ലോ, G സുധാകരൻ, അങ്ങയുടെ കുഞ്ഞികൃഷ്ണൻ MLA ആണല്ലോ, അങ്ങയുടെ സഖാവ് ഗോവിന്ദൻ മാഷ് അദ്ദേഹം MLA ആണല്ലോ. എന്തുകൊണ്ടാണ് ഈ 3 പേര് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരായിരുന്ന ഇവർ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ എതിർത്ത് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ധിക്കാരപരമായിട്ടുള്ള ഭരണത്തെ എതിർത്ത് പറഞ്ഞുകൊണ്ട് ഇന്ന് കേരളത്തിൽ MLA-മാരായി സ്വതന്ത്രരായിട്ട് ജയിച്ചു വന്നത്? അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ ഈ സംഘപരിവാരത്തിനെ കുറ്റം പറഞ്ഞ് ഓടി വെറുതെ സമയം കളയണ്ട. ഗോപികൃഷ്ണനോടുള്ള മറുപടി എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ ആളുകളെ നിയമിച്ചു. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറി നിയാസ് ഒരു വിഷയം കൊണ്ടുവന്ന സമയത്ത് മാധ്യമങ്ങൾ 2 ദിവസം ചർച്ച ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്നത് നെറേറ്റീവ് ആണെന്ന്. അതിന്റെ അപ്പുറത്ത് ഇവർ ചർച്ച ചെയ്ത 2 പേരുകാർ, ആ പേരുകാർ ആരായിരുന്നുവെന്നും നിയാസും ആ പേരുകാരുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നുവെന്നും അത് ഏത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്താണ് വന്നതെന്നും പഴയ പഞ്ചായത്ത് ഉപാധ്യക്ഷനെ വെക്കുന്നതിന്റെ കാര്യത്തിൽ ഇവർ നടത്തിയുള്ള ചർച്ചകളും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഗോപികൃഷ്ണ. അവിടെയൊക്കെ സംഘപരിവാർ എന്ന് പറയേണ്ട 3 MLA-മാരുള്ള ഞങ്ങൾ പറഞ്ഞ പോലെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചക്രം തിരിയുന്നതെങ്കിൽ ഞങ്ങൾ അത് വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു, ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. പക്ഷേ ഞങ്ങൾ തിരിക്കുന്നതിനനുസരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് സമ്മതിക്കുമോ? ഇടതുപക്ഷത്തിനെ കുറിച്ച് കോൺഗ്രസ് പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ പറയുന്ന പോലെയാണ് നിങ്ങൾ 10 വർഷം ഭരിച്ചതെന്ന്. നിങ്ങൾ കുഞ്ഞിക്കണ്ണിട്ട് സമ്മതിക്കുമോ? ബഹുമാനായിട്ടുള്ള കൊടിപ്പാറ സാർ, അങ്ങ് അറിയുന്ന ആളല്ലേ, അങ്ങക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ?
ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമാ. വേല കയ്യിലിരിക്കട്ടെ ആശാനെ, ഞങ്ങൾ ഇത് കുറെ കണ്ട. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് ഉള്ള വർത്തമാനങ്ങൾ മുഴുവൻ പരസ്പരം പറയുന്നത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കേൾക്കുന്നതിൽ അങ്ങോട്ട് ഓളിട്ട് അങ്ങോട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് വരുത്തി തീർക്കുന്നതിൽ എന്ത് രാഷ്ട്രീയമാണ് സാർ? അവനവന്റെ പാർട്ടി ഓഫീസുകളിലും അവനവന്റെ പാർട്ടി കേന്ദ്രങ്ങളിലും തീർക്കേണ്ട വിഷയങ്ങൾ നിങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധമുണ്ട് എങ്കിൽ, നിങ്ങൾ തമ്മിൽ മുഖ്യമന്ത്രിയാവാൻ യുദ്ധം ഉണ്ടെങ്കിൽ ബിഡിയുടെ പിന്നിൽ കേസിനെ അലക്കാനായിട്ട് ചെന്നിത്തല അലക്കാനായിട്ട് കേസും ബിഡിയും, ഇവരെ 3 പേരെ അലക്കാനായിട്ട് വേറെ ആൾക്കാര്. എന്ത് രാഷ്ട്രീയമാണ് സാർ? ഞാൻ ചമ്മീന്നൊന്നും വിചാരിക്കണ്ട, നല്ല തൊലിക്കട്ടി എനിക്ക്. ജനങ്ങൾ 102 പേരുടെ പിന്തുണ കൊടുത്തിട്ട് ആ ജനങ്ങളുടെ കാര്യം പരിഹരിക്കാൻ സാധിക്കാതെ, ആ വൈദ്യുതി പ്രയാസം പരിഹരിക്കാൻ സാധിക്കാതെ, ആരോഗ്യ മേഖല പരിഹരിക്കാൻ സാധിക്കാതെ, കൃത്യമായി റേഷൻ വിതരണം കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കാതെ, നിങ്ങൾ ഈ പരസ്പരം തമ്മിൽ തല്ലി നയിച്ചിട്ട് ഞങ്ങൾക്ക് ദോഷമുണ്ടെന്ന് നിങ്ങൾ തമ്മിൽ തല്ലിക്കോ, നിങ്ങളുടെ രാഷ്ട്രീയ പരാജയം. പക്ഷെ അതിന്റെ പ്രയാസം അനുഭവിക്കേണ്ട ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നുള്ളതാണ് സാർ പൊടിപ്പാറ സാർ അങ്ങ് പറഞ്ഞത്. 2 വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 3 വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുഞ്ഞിക്കണ്ണേട്ടൻ പറഞ്ഞു, അല്ല ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണേട്ട, ആ അദാനി സംഘപരിവാരത്തിന്റെ ഏജന്റ് ആണെന്നല്ല നിങ്ങൾ പറഞ്ഞത്? അദാനി സംഘപരിവാറിന്റെ ഏജന്റ് ആണ്, അദാനി അതാണ് ഇതാണ് എന്ന് കലക്കില്ലേ? ഈ അദാനിക്ക് വേണ്ടി ഈ MOU സൈൻ ചെയ്യുന്ന സമയത്ത്, നിങ്ങളെ കരാറിൽപ്പെടുന്ന സമയത്ത് അദാനിയുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വർഷമാക്കി കൊടുത്തത് ആ പാർട്ടിയുടെ പേരെന്താണ് സാർ? ആ സമയത്ത് സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാർ എന്നല്ലേ? ആ സർക്കാരിനെ നയിച്ചിരുന്ന ആളാണ് സാർ? പിണറായി വിജയനല്ലേ? കുഞ്ഞിക്കണ്ണേട്ടന്റെ പാർട്ടിയുടെ നേതാവല്ലേ? അപ്പോ നിങ്ങൾ ആ സമയത്ത് ഒപ്പിടുന്ന സമയത്തും ആ കൈ കൊടുക്കുന്ന സമയത്തും വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന സമയത്തും അദാനി സംഘപരിവാറിന്റെ ആളാണെന്ന് അങ്ങക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ എന്താ എന്നോ പോയി പറയാൻ? അല്ല പിണറായി, അദാനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ശരിയല്ല കേട്ടോ, ഞങ്ങളിത് ജനങ്ങളെ നിരത്താൻ പോവാണ്. എന്താ പറയാഞ്ഞ്? അദാനി ഉണ്ടാക്കുന്ന തൊഴിലവസരങ്ങളിൽ തൊഴിൽ ചെയ്യരുതെന്ന് ഇടതുപക്ഷത്തിന്റെയും ഡിവൈഎഫ്ഐയുടെയും പിള്ളേരോട് അങ്ങ് വിളിച്ചു പറയുന്നേ. ഒക്കെ LKG സെന്ററിലും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി 10 വർഷം കൊണ്ട് ഭരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ തൊഴിലവസരങ്ങളിൽ മാത്രം ജോലി ചെയ്താൽ മതി എന്ന് പറ. അപ്പൊ പട്ടിണിയിലേക്ക് കേരളം മൂക്കുത്തുന്നത് കാണും. ഞാൻ ചോദിക്കട്ടെ, MSCയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വിഴിഞ്ഞ കരാറിന്റെ കാര്യത്തിൽ അദാനി പോർട്ട് വിറ്റതിന്റെ 25%, അവരുടെ ഷെയറിന്റെ 25% വിറ്റ കാര്യത്തിൽ ആ വിൽക്കാനുണ്ടായിട്ടുള്ള അവകാശം ആ കരാറിൽ എഴുതി കൊടുത്ത സർക്കാരിന്റെ പേരിലെ ഇടതുപക്ഷം ആ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതി കൊടുക്കുന്ന സമയത്ത് മുഖത്ത് സ്റ്റിക്കർ ഒടിച്ച് നിങ്ങൾ ഇന്ന് അതിനെ എതിർത്ത് പറയുന്നത് ഏത് രാഷ്ട്രീയമാണ്? ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയപ്പെടുന്നത്. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. Yeah.